ഗിഫ്റ്റാണ്. ഓക്കെ, ഇപ്പോൾ കയ്യോടെ വൈഫിനെ അത് ഏൽപ്പിച്ചേക്കാം. കുഞ്ഞുതാ ഗിഫ്റ്റ് എത്തിയിട്ടുണ്ട്, നോക്കിയേ. സിമ്പിൾ ആൻഡ് ഹംബിൾ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇങ്ങനെ എഴുതിയായിരുന്നോ? ആമസോണിൽ ഇതുപോലെ ഗിഫ്റ്റ് റാപ്പിംഗ് ഒക്കെ ഉണ്ടല്ലേ? പിന്നെ കൊള്ളാലോ, മെസ്സേജ് ഇഷ്ടപ്പെട്ടു, അടിപൊളി. അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. ഓപ്പൺ ചെയ്യ്. ഇതപ്പോൾ പതിയെ ഇളക്കിയത്. എനിക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങി തന്നിരിക്കുന്നത് നോയ്സ് കളർ ഫിറ്റ് 2ൻ്റെ ഒരു സ്മാർട്ട് വാച്ചാണ്. ഇതാണ് വാച്ച്, സ്മാർട്ട് വാച്ചാണ്. സ്ക്രീൻ ഓൺ ആവണമെങ്കിൽ ഫസ്റ്റ് ടൈം ഒന്ന് ചാർജ് ചെയ്യണം, എങ്കിൽ മാത്രമേ സ്ക്രീൻ ഓൺ ആവത്തുള്ളൂ. ഈ ഒരു വാച്ചിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റ് സ്നാക്ക് ഒന്ന് ട്രൈ ചെയ്യാം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഗോദ്രേജിൻ്റെ യമ്മീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിക്കൻ നഗ്ഗറ്റ്സ് ആണ്. ഇതിൽ വന്നിട്ട് 200 grams ആണ് ഉള്ളത്. അപ്പോൾ ഈ പാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. ഇതിൽ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാം, ഷാലോ ഫ്രൈ ചെയ്യാം, അതുമല്ല എന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ടും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 200 ഗ്രാമിൻ്റെ പാക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത് 110 rupees. ഇത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ എന്നെപ്പോലെ പലരും ഉണ്ടാവും ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും വാങ്ങാത്തവരായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിനുള്ളിൽ എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിൽ നഗ്ഗറ്റ്സ് ഒക്കെയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് എടുക്കുകയാണ്. ഇതിലിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നഗ്ഗറ്റ്സ് ആണ്. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഈ 200 ഗ്രാംസിൻ്റെ ഈ പാക്കിൽ ഏകദേശം ഒരു 13-14 എണ്ണം ഉണ്ടാവും. ഞാനിപ്പോൾ ഈ നഗ്ഗറ്റ്സ് എല്ലാം ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് നഗ്ഗറ്റ്സ് ഒക്കെയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 6 എണ്ണമാണ് ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരട്ടെ, അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സൈഡും കൂടി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇതിങ്ങനെ ഞാൻ 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. 2 സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ഞാനിത് തിരിച്ചു മറിച്ചിട്ട് 2 സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയേക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു ടിഷ്യൂ പേപ്പറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് ആ ടിഷ്യൂ പേപ്പറിൽ പിടിച്ചോളും. ഇപ്പം ഞാൻ ഫ്രൈ ചെയ്തെടുത്ത നഗ്ഗറ്റ്സ് എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള നഗ്ഗറ്റ്സും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ബാക്കിയുള്ള നഗ്ഗറ്റ്സും കൂടി ഫ്രൈ ചെയ്യുന്നതിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ഒന്ന് ബ്രൗൺ കളറായി ഫ്രൈ ആയി വന്നു കഴിയുമ്പോഴേക്കും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ്. നമ്മൾ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഈവനിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്.
ഒരു സൈഡൊന്ന് ഫ്രൈ ആയി ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നു കഴിയുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ഞാനിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചിക്കൻ നഗറ്റ്സ്. ഇതിൽ വന്നിട്ട് നമ്മൾ ചേർക്കാറുള്ളത് പോലെ പ്രത്യേകിച്ച് മസാല ഒന്നും തന്നെ ഇല്ല. പാകത്തിനുള്ള ഉപ്പുണ്ട്, അല്ലാതെ വേറെ മസാലകളൊന്നും തന്നെ ഇല്ല. നമ്മൾ മലയാളീസിന് കുറച്ച് എരിവൊക്കെ ആകാം. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്